ഗൈസ്, നമ്മളിപ്പോ പോണത് നമ്മളെ മാനുന്റെ കല്യാണത്തിന്റെ ബാക്കി ഷോപ്പിങ്ങിനാണ്. ഇതാണ് എന്റെ ദീദിന്റെ 2 ട്രോഫികൾ. കല്യാണമായപ്പോ ഓരോരോ പപ്പന്റെ വീട്ടിൽ നിന്ന് വന്നതാണ് ഇങ്ങോട്ടേക്ക്. ഇപ്പൊ ഞങ്ങൾ 3 ആളും കൂടെ കൂടിയിട്ട് ഉമ്മന്റെ സ്വൈര്യം പോക്കും. ഇതാണ് നമ്മളെ മാമന്റെ വീട്. പന്തൽപ്പണി നടന്നുകൊണ്ടിരിക്കുക. ഇത് വേറെ മാമന്റെ മോനായി. പിന്നെ ക്യാമറ കണ്ടാലോടും. ഇതാണ് നമ്മളെ പിയാപ്പിള. മോനാരെ കോൾ ചെയ്തിരിക്കുക. മിക്കവാറും മോളെ ഇവിടെ എത്തിയാൻ പാട് ഞാൻ ഈ പൂച്ചന്റെ ആയിട്ടല്ലോ. പൂച്ച പാവായതിനെ കൊണ്ട് ഞാനൊന്നും അതിനടുത്ത് എന്റെ ഉണ്ട കണ്ടാണ്ട് ഇങ്ങള് പേടിക്കണ്ട, രാക്ഷസില്ല. പിന്നെ നമ്മളൊന്ന് മാനുന്റെ റൂം ഒന്ന് പോയി കണ്ട് മിറർ കണ്ടു കഴിഞ്ഞാൽ ഷോ കൂടുതലാണല്ലോ. ഇവൻ പിന്നെ കുരുത്തക്കേടാണ്, അതിനെ കൊണ്ട് എന്തൊക്കെ കൊടുത്ത് കളിക്കുന്നുണ്ട്. അവിടുന്ന് മെല്ലെ നമ്മള് താഴേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. അപ്പോഴാണ് മാനുന്റെ ഫ്രണ്ട്സും നമ്മളെ കസിൻസും വരുന്നത്. അപ്പൊ പിന്നെ അവിടെ തന്നെ നിന്ന് കല്യാണ ചർച്ച നമുക്ക് എന്തും ചെയ്യാലോ. അഭിലാഷേട്ടനൊക്കെ ഫുൾ പ്ലാനിങ് തന്നെയാണ്. മാനു അതിനനുസരിച്ചു. ഇതാണ് നമ്മളെ കുൻഫു മാസ്റ്റർ അർഷിത് ബിറ്റി. ഓൻ എന്നെ ഭീഷണിപ്പെടുത്താണ്. കല്യാണത്തിന് കാരണം ഈ വ്ളോഗ് എടുത്താൽ എന്നെ തൂക്കിയെറിയുന്നു. പിന്നെ മെല്ലമ്മ വർപ്പിച്ചപ്പോ അവിടുന്ന് ടാറ്റാറിന് ഇങ്ങോട്ടേക്ക് പോകുന്നു. കാരണം നമുക്ക് ഇനി ഷോപ്പിൽ പോവാനുണ്ട്. പിന്നെ നമ്മളൊരു ഫാൻസിയിലേക്ക് പോയി. കാരണം ഉമ്മക്കും കുഞ്ഞാറ്റക്കും ചെരുപ്പൊക്കെ എടുക്കാനുണ്ട്. എനിക്ക് ഫാൻസിയും കുഞ്ഞാറ്റൊക്കെ ആണെങ്കിലോ ചെരുപ്പിനും വേണ്ടി ഇന്നെ വെറുപ്പിക്കുന്നു. പോഫോ ഏതെങ്കിലും ഒന്ന് സെലക്ട് ആക്കിക്കൊണ്ടോ. ബട്ട് എനിക്ക് എന്ത്. ഇതാണ് ഷിഫു. ഇത് വേറൊരു കസിനാണ്. പിന്നെ ആദ്യം ക്യാമറ കണ്ടപ്പോ മുഖമൊക്കെ പൊത്തി പുതിയാപ്പിളായിക്കണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ വിടൂലെന്ന്. അപ്പൊ വല്ല യോയോ കുഞ്ഞാറ്റന്റെ ഇന്ത്യയും കണ്ടും പിന്നെ എല്ലാ സാധനത്തും ഒക്കെ പോകും. ഞങ്ങൾക്ക് ആ ബാഗ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിട്ടിട്ട് കുറച്ച് ഷോക്ക് ഇളക്കി ഗൈസ്. ഇതാണ് ഫയാസ്. ഇത് നേരത്തെ കണ്ട ഷിഫുവിന്റെ ഫ്രണ്ടാണ്. ഓൻ പിന്നെ ആക്ട് ചെയ്യാൻ ഭയങ്കര ബെസ്റ്റാ. പിന്നെ നമ്മള് ഇയറിംഗ്സ് നോക്കി. രണ്ടെണ്ണല്ലോ. ഓൻക്ക് പിന്നെ എന്തെങ്കിലും ഇഷ്ടമല്ല കിട്ടിയില്ലെങ്കിൽ നമ്മളെ തിന്നിട്ടെങ്കിലും ഓൻ വാങ്ങും. ഈ ക്രാബ് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ തോന്നുന്നുണ്ട്. എന്നാലും എന്തമ്മ കാണാണ്ട് അതിലെടുത്തിട്ട് പിന്നെ നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബില്ലടിക്കാണ്. ഞാൻ പിന്നെ ഉറക്കം തൂങ്ങിക്കണ്. വെറുപ്പിക്കുന്നുണ്ട് പോവാന്നും പറഞ്ഞിട്ട്. പക്ഷെ പിന്നെ വന്നിന്റെ സെക്യൂരിറ്റി ആയി. പാവം ചെക്കൻ പറയാണ്ട് തന്നെ ഡോറൊക്കെ ഓപ്പൺ ആക്കി തരും. ഓന്റെ മുഖത്തുള്ള സന്തോഷം മോൻ ആഗ്രഹിച്ചത് കിട്ടിയിട്ടാണ്. പിന്നെ നമ്മള് ചിക്കൻ ലോലിപോപ്പ് വാങ്ങാൻ പോയി. പിന്നെ നമ്മള് കാറിലിരുന്ന് നിന്ന് വിചാരിച്ചു. കാരണം അവിടെ ഒടുക്കത്തെ തിരക്കേനി ഇരിക്കാൻ സ്ഥലമല്ലേ അതിനെക്കൊണ്ട് നമ്മള് കാറിലിരുന്ന് തിന്ന്. പിന്നെ നമ്മള് വീട്ടിലെത്തി. ആകെ ടയർഡ് ആയിക്കുന്നു. മക്കളൊക്കെ ഉറങ്ങീന്. ഓക്കെ ബൈ ഗൈസ്.